ടു മൈ നോളജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷ് സ്പോയിലേജ് ആൻഡ് പ്രിസർവേഷൻ എന്ന ഭാഗമാണ്. നമുക്ക് സ്ലൈഡിലേക്ക് കിടക്കാം. ഇൻ ദ കൂളർ റീജിയൻസ് ഓഫ് ദ വേൾഡ് ദ ഫിഷ് പ്രിസർവേഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദെയർ ക്യാപ്ചർ. And this is because the temperature is low enough to discourage the bacterial growth and so the spoilage of fishes is minimized. കാരണം തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ, ടെമ്പറേറ്റ് കൺട്രീസിലൊക്കെ ഫിഷ് പിടിച്ചതിന് ശേഷം അതിനെ ഉടനെ തന്നെ പ്രിസർവ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം അവിടുത്തെ ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടത്ര ഒരു കൂടിയ ടെമ്പറേച്ചർ അല്ല അവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ ടെമ്പറേച്ചർ അത് കുറവായതിനാൽ ഫിഷ് പെട്ടെന്ന് കേടുവന്ന് പോകത്തുമില്ല. And in tropical regions such as India, the hot climate favors rapid growth of bacteria and so the spoilage of fish flesh become inevitable. Landed fishes may ordinarily remain fresh for not more than 8 hours and being to decompose rapidly after that. കാരണം ഇന്ത്യ പോലുള്ള ട്രോപ്പിക്കൽ കണ്ടീഷൻസിൽ ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ബാക്ടീരിയ ഒരു റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഷ് പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാനും ഡീഗ്രേഡ് ചെയ്തു പോകാനും കാരണമാകുന്നു. The decomposition or spoilage of fish, mainly flesh, occur due to various chemical, microbial and enzymatic actions. കാരണം വിവിധ തരത്തിലുള്ള ഈ രാസവസ്തുക്കൾ പിന്നെ എൻസൈമാറ്റിക് പ്രവർത്തനങ്ങളും ഇതൊക്കെ കാരണം മത്സ്യത്തിന് പെട്ടെന്ന് കേടുപാട് സംഭവിക്കും. ഒരു പോയിന്റ് വിട്ടുവരുന്നു. ലാൻഡഡ് ഫിഷസ് മേ ഓർഡിനറിലി റിമെയിൻ ഫ്രഷ് ഫോർ നോട്ട് മോർ ദാൻ 8 hours ആൻഡ് ബീങ് ടു ഡീകമ്പോസ് റാപ്പിഡ്ലി ആഫ്റ്റർ ദാറ്റ്. കാരണം ഫിഷ് ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫിഷ് പിടിച്ചു കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ലാൻഡിങ് സെൻറ്ററുകളിലൊക്കെയാണ് ഇത് ഫിഷ് കൊണ്ടുവരുന്നത്. അപ്പം ഫിഷ് ലാൻഡിങ്ങിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂർ വരെയൊക്കെ അത് ഡീകമ്പോസ് ചെയ്ത് പോകാതിരിക്കും. കാരണം 8 മണിക്കൂറിനൊക്കെ ശേഷം പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകും. പിന്നെ പറഞ്ഞത് ഇങ്ങനെ ആ ഒരു ഫിഷ് സ്പോയിലേജിൻ്റെ കാര്യം പറഞ്ഞു. കാരണം അത് വേരിയസ് കെമിക്കൽ ആക്ഷൻ ഉണ്ട്, മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്, എൻസൈമാറ്റിക് ആക്ഷനും ഉണ്ട്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കെമിക്കൽ ആക്ഷൻ. The chemical action involves oxidation of fat contained within the fatty tissues of the fish. It is more pronounced in fat fishes, example oil sardine, mackerels, cutla, trout, grass carp, etc., which as a result become decolorized. ഈ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോഴത്തേക്കും ഫിഷിൻ്റെ ഫാറ്റി ടിഷ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിന് ഓക്സിഡേഷൻ നടക്കും. സാധാരണ ഫാറ്റി ഫിഷസ് ആയിട്ടുള്ളതാണ് ഈ സാർഡൈൻ, ഓയിൽ സാർഡൈൻ, മാക്കറൽ, കട്ട്ല, ട്രൗട്ട്, ഗ്രാസ് കാർപ്പൊക്കെ. അങ്ങനെ വലിയ രീതിയിൽ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഫിഷസ് ആണ്. The oil starts getting oxidized as soon as it comes in contact with the atmospheric air, which is known as rancidity. ഈ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ഇതിന് കോണ്ടാക്റ്റ് വരുമ്പോൾ ഇപ്പം ഓയിൽ കൂടുതലായിട്ടുള്ള ഈ ഫിഷസിൻ്റെ, ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഫിഷസിൻ്റെ, അപ്പോൾ അതിൻ്റെ ഓയിൽ പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ നടക്കും. ഓയിൽ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും ഓക്സിഡേഷൻ നടക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. The color of the fat and its viscosity changes and the fish become strong tasted. കാരണം ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും, റാൻസിഡിറ്റി സംഭവിക്കുമ്പോഴത്തേക്കും ഫിഷിൻ്റെ അല്ലെങ്കിൽ കെമിക്കൽ ആക്ഷൻസ് സംഭവിക്കുമ്പോഴത്തേക്കും ആ ഫിഷിൻ്റെ അതിൻ്റെ ഒരു ഫാറ്റിൻ്റെ കളറും ആ ഒരു വിസ്കോസിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസഹനീയമായ ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. The methods employed to prevent rancidity include application of antioxidants like polyphenols or other viscous fluid
and minimizing exposure of fish to atmospheric air. ആൻറ്റിഓക്സിഡൻറ്റുകളായ ഈ പോളിഫിനോൾസ് അല്ലെങ്കിൽ മറ്റ് ചില വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡുകളൊക്കെ ഉപയോഗിച്ച് അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫിഷിൻ്റെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് കുറയ്ക്കുകയും അങ്ങനെ ആ റാൻസിഡിറ്റി തടയാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. നെക്സ്റ്റ് വണ്ണാണ് മൈക്രോബിയൽ ആക്ഷൻ. Microbial action involves bacterial decomposition of the fish flesh. കാരണം മൈക്രോബിയൽ ആക്ഷൻ സംഭവിക്കുമ്പോഴാണ് ഒരുപാട് മൈക്രോബിയൽ ആക്ടിവിറ്റി, അങ്ങനെ ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ സംഭവിക്കും ഫിഷിൻ്റെ ഫ്ലഷിന്. The bacteria are found in the lower part of the gastrointestinal tract and on the general body surface of the fish. ബാക്ടീരിയാസ് ഫിഷിൻ്റെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ താഴത്തെ ഭാഗത്തും പിന്നെ ഫിഷിൻ്റെ സർഫസിലും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് സാധാരണ. ആൻഡ് ദേ മേ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ഫ്രം ദ സറൗണ്ടിങ് ഇൻ സാനിറ്ററി എ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. കാരണം ഹൈജീനിക് അല്ലാത്ത സാഹചര്യങ്ങൾ നമുക്കറിയാം. കാരണം ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നത് ഇതുപോലെ ഹൈജീനിക് അല്ലാത്ത സാഹചര്യങ്ങളിലാണ്. അത് ഏറ്റവും അനുയോജ്യമായിട്ട് ഒരു ഫേവറബിൾ സിറ്റുവേഷനാണ് ഹൈജീനിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ constituting 70-90% are degraded by proteolytic organisms such as Pseudomonas, Proteus, Chromobacterium, Halobacterium and Micrococcus. പ്രോട്ടോലിറ്റിക് ഓർഗാനിസംസ് ആയ സ്യൂഡോമോണസ്, ക്രോമോബാക്ടീരിയം ഇവയൊക്കെ പെട്ടെന്ന് തന്നെ പ്രോട്ടീൻ ഡീഗ്രേഡ് ചെയ്യിപ്പിക്കും. പിന്നെ ഇത് കാർബോഹൈഡ്രേറ്റ്സ് പ്രസൻറ്റ് ഇൻ സ്മോൾ എമൗണ്ട് ഇൻ ദ ഫിഷ് ഫ്ലഷ് ആർ സ്പോയിൽഡ് ബൈ കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റിംഗ് ഓർഗാനിസംസ്. കാരണം ഫിഷിൻ്റെ ഫ്ലഷിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ഈ കാർബോഹൈഡ്രേറ്റ് ഫെർമെൻറ്റിംഗ് ഓർഗാനിസംസ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ്, ല്യൂക്കോനോസ്റ്റോക്ക്, മൈക്രോകോക്കസ് ഇവയൊക്കെ അത് പെട്ടെന്ന് തന്നെ കാർബോഹൈഡ്രേറ്റിനെ ഫെർമെൻറ്റ് ചെയ്യിക്കും. അങ്ങനെ ഫിഷ് സ്പോയിലേജ് സംഭവിക്കുന്നുണ്ട്. ഫാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 3-5% of the flesh are digested by relatively few gram-negative bacteria. ഈ ഫ്ലഷിലുള്ള 3-5% വരെ ഫാറ്റ് ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആഗിരണം ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്താണ് എൻസൈമാറ്റിക് ആക്ഷൻ. Enzymatic action is due to action of various enzymes found in the body tissue or cells of the fish. കാരണം എൻസൈമാറ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളെന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നടക്കുമ്പോഴത്തേക്കും ഫിഷിൻ്റെ ആ ഒരു ടിഷ്യൂസിൽ ഓട്ടോലൈസിസ് സംഭവിക്കുകയും അങ്ങനെ ഓട്ടോലൈസിസ് സംഭവിക്കുമ്പോഴത്തേക്കും അതായത് ഡീഗ്രഡേഷൻ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് തന്നെ പെട്ടെന്ന് ഈ ബാക്ടീരിയൽ അറ്റാക്ക് കൂടാനുള്ള സാധ്യതയും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പ്രോട്ടീനേസ് ഫോർ എക്സാമ്പിൾ ക്യാൻ ഡൈജസ്റ്റ് മസിൽ പ്രോട്ടീൻസ് ഓഫ് ദ ഫിഷ്. ഇപ്പോൾ പറഞ്ഞു മസിൽ പ്രോട്ടീന് ഡൈജസ്റ്റ് ചെയ്യും നല്ല രീതിയിൽ. And catalyze the gill spoilage and ATPase brings about a complete disappearance of ATP. അങ്ങനെ വരുമ്പോഴത്തേക്കും ATPase എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റി പ്രകാരം കംപ്ലീറ്റ് ആയിട്ട് ഗിൽ സ്പോയിലേജ് സംഭവിക്കുകയും ആ ATP അതിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നുണ്ട്. Autolysis of protein result in information of amino acid and other nitrogenous products, and which on further decomposition produces ammonia, carbon dioxide, volatile basic compounds like various amines and fatty acids, and foul smelling products like indole, scatol, etc.
കാരണം പ്രോട്ടീൻ്റെ ഓട്ടോലൈസിസ് നടക്കുമ്പോഴത്തേക്കും അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് അമിനോ ആസിഡ്സും നൈട്രോജനസ് പ്രോഡക്റ്റും ഒക്കെ ഉണ്ടാവും. പിന്നെ ഫർദറായിട്ട് ഡീകമ്പോസിഷൻ നടക്കുമ്പോഴത്തേക്കും അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ വോളട്ടൈൽ ബേസിക് കോമ്പൗണ്ട്സും ഒക്കെ ഫോം ചെയ്യും. അമീൻസ്, ഫാറ്റി ആസിഡ്സ് ഒക്കെ ഫോം ചെയ്യും. കൂടാതെ ഫൗൾ സ്മെല്ലിംഗ് പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇൻഡോളും സ്കാറ്റോളും ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു സ്മെല്ല് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രോസസ്സിങ് രീതികളാണ്. ഫിഷിനെ ഈ പറഞ്ഞ പ്രോബ്ലംസിൽ നിന്നൊക്കെ അതിനെ ഫിഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന കുറച്ച് പ്രിസർവേഷൻ രീതികളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഫിഷറി പ്രോഡക്റ്റ്, അതായത് ഫ്രീസ് ചെയ്യിപ്പിക്കുന്നു. കാരണം ഇങ്ങനെ ഫ്രീസിങ് ഈസ് ആൻ ഏജ് ഓൾഡ് പ്രാക്ടീസ് ടു റീറ്റെയിൻ ദ ക്വാളിറ്റി ആൻഡ് ഫ്രഷ്നെസ് ഓഫ് ദ ഫിഷറി പ്രോഡക്റ്റ് ഫോർ എ ലോങ് ടൈം. ഈ ഫ്രീസിങ് എന്ന് പറയുന്ന ഇത് ഒരു പഴയ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇങ്ങനെ ഫ്രീസിങ്ങിലൂടെ തന്നെ നമുക്ക് അതായത് മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഏറ്റവും ഒരു പണ്ട് തൊട്ടേ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ്. This involves the conversion of water present in fishery product to ice, and that is a phase change from liquid to solid phase takes place in the freezing. കാരണം ഇതിൽ ഫ്രീസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റിനെ ഫ്രീസാക്കി ഇരുത്തുകയാണ്. കാരണം വാട്ടർ കണ്ടൻറ്റിനെ ലിക്വിഡിനെ ഒരു സോളിഡ് സ്റ്റേറ്റിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മൈക്രോബിയൽ ആക്ടിവിറ്റിയും എൻസൈമാറ്റിക് ആക്ഷനും ഒക്കെ നല്ല രീതിയിൽ കുറയുന്നു. This involves exposing fish products to very low temperature, -35 degrees Celsius, to enable freezing of free water and maintained at -18 degrees Celsius till it is consumed. അത് ഫിഷ് പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ ഒരു താപനിലയിൽ -35 ഡിഗ്രി സെൽഷ്യസിൽ ആക്കുമ്പോഴത്തേക്കും അതിലുള്ള ഫ്രീ ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് അത് ഫ്രീസാവും. അതൊരു സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. അങ്ങനെ അത് ഒരു -80 ഡിഗ്രി ഇത് കൺസ്യൂം ചെയ്യുന്നത് വരെ, കഴിക്കുന്നത് വരെ അതൊരു -80 ഡിഗ്രി വരെയൊക്കെ അതിന് വയ്ക്കും. പിന്നെ ഈ ഫ്രീസിങ് തന്നെ പല രീതിയിലുണ്ട്. പ്ലേറ്റ് ഫ്രീസിങ്, എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്, ക്രയോജനിക് ഫ്രീസിങ് ആൻഡ് ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിങ്. അടുത്താണ് ഡ്രൈയിങ്. Drying is probably one of the oldest method of food preservation, and it consists of removal of water to a final desired concentration, which in turn reduces the water activity of the product 10%, thereby assuring microbial stability and extended shelf life of the product. കാരണം ഡ്രൈയിങ് വളരെ പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിഷിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് ഏകദേശം ഒരു 10% കുറയ്ക്കുകയും അങ്ങനെ ആ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി അത് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് എത്തും. കാരണം പിന്നെ ഫർദറായിട്ട് അത് ഡ്രൈ ആക്കുന്നത് കൊണ്ട് അത് ഫർദറായിട്ട് അത് പിന്നെ ഒരു ആക്ടിവിറ്റി കൂടത്തില്ല. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ നോക്കും. ഡ്രൈയിങ് തന്നെ 2 രീതിയിലുണ്ട്: നാച്ചുറൽ ഡ്രൈയിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്. In some cases, common table salt is also used to prolong the shelf life of the fish. ചില സാഹചര്യങ്ങളിൽ സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. Salt absorbs much of the water in the food and make it difficult for microorganisms to survive. സോൾട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയും പിന്നെ അതുവഴി മൈക്രോ ഓർഗാനിസംസ് കൂടുതലായിട്ട് അതിൽ സർവൈവ് ചെയ്യാതെയും വരും. ഡ്രൈയിങ്ങിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഒരു നാച്ചുറൽ ഡ്രൈയിങ് എന്താണെന്ന് നോക്കാം. ഇൻ നാച്ചുറൽ ഡ്രൈയിങ് ദ ഫിഷസ് ആഫ്റ്റർ ബീങ് കോട്ട് ആർ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ് ഇൻ ദ സൺഷൈൻ. അത് പിടിക്കുന്ന ഫിഷ് കഴുകി അത് വെയിലത്തിട്ട് ഉണക്കുന്ന രീതിയാണ്.
and they are suspended or laid out flat on the ഓപ്പൺ ഗ്രൗണ്ട്. അത് തുറന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പരന്ന സ്ഥലങ്ങളിലിട്ടാണ് അത് ഉണക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ലോ പ്രോസസ്സാണ്. പിന്നെ ഇറ്റ് ഈസ് എ സ്ലോ ആൻഡ് റിസൾട്ട് ഇൻ മച്ച് ലോസ് ത്രൂ പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോട്ടീൻ ഡീഗ്രഡേഷനെയാണ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴേ ആണ് ഇതുപോലെ ഫൗൾ സ്മെല്ല് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്യൂട്രിഫാക്ഷൻ നടക്കുമ്പോഴാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺലി ഇൻ ഡ്രൈ വെൽ എയറേറ്റഡ് ക്ലൈമറ്റ് റിസീവിങ് സൺഷൈൻ. കാരണം ഇത് നല്ല രീതിയിലുള്ള എയറേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമേ, അതും സൺഷൈൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതി അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്. ഇൻ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ദ കിൽഡ് ഫിഷസ് ആർ ക്ലീൻ, ഗട്ടഡ് ആൻഡ് ഹാവ് ദെയർ ഹെഡ്സ് റിമൂവ്ഡ്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിൽ ഈ ഫിഷസിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഗട്ട് കണ്ടൻ്റ് എല്ലാം റിമൂവ് ചെയ്ത് അതിൻ്റെ തലയും റിമൂവ് ചെയ്തിരിക്കുന്നു. then they are then cut lengthwise to remove large part of their spinal column, followed by washing and drying them മെക്കാനിക്കലി ആയിട്ടാണ് അത് ഡ്രൈയിങ്ങും വാഷിങ്ങും ഒക്കെ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിൽ ഫസ്റ്റ് വൺ സോൾട്ടിങ്, അടുത്തത് ഡ്രൈ സോൾട്ടിങ്, വെറ്റ് സോൾട്ടിങ്, മിക്സ്ഡ് സോൾട്ടിങ് ആൻഡ് പിക്യൂറിങ് ആൻഡ് സ്മോക്കിങ്. സോൾട്ടിങ് എന്ന് പറഞ്ഞാൽ സോൾട്ട് യൂസ് ചെയ്തിട്ട് അതിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന പ്രോസസ്സാണ് സോൾട്ടിങ് എന്ന് പറഞ്ഞാൽ. ഡ്രൈ സോൾട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സോൾട്ട് ചെയ്യുന്ന രീതിക്ക് തന്നെ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ഒരു പ്രക്രിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫിഷസിനെ ഉപ്പിലിങ്ങനെ തേച്ചിട്ട് അത് ടബുകളിലായിട്ട് അങ്ങനെ അടുക്കി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഓരോ ലെയർ ഇടുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് 1:3 അല്ലെങ്കിൽ 1:8 എന്ന റേഷ്യോയിൽ സോൾട്ട് ഇട്ട് കൊടുക്കും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ സാഡൈൻ പോലത്തെ ഓയിലി ആയിട്ടുള്ള ഫിഷസിന് ഈ റേഷ്യോ കുറച്ച് കൂടും. 1:3 എന്നുള്ള റേഷ്യോ ആയിരിക്കത്തില്ല, അതിലും കൂടും. എന്നിട്ട് അങ്ങനെ ചെയ്തത് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് എന്നിട്ട് പിന്നെയും അത് ഉണക്കും. അതാണ് ഈ ഡ്രൈ സോൾട്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വെറ്റ് സോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ക്ലീൻ ചെയ്ത ഫിഷസിൻ്റെ ഗട്ട് റിമൂവ് ചെയ്ത ഭാഗത്ത് അതിനകത്ത് ഉപ്പ് നിറയ്ക്കും. എന്നിട്ടത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ബ്രെയിൻ വാട്ടറിലിട്ടിട്ട് അത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അങ്ങനെ ഇളക്കി അത് അതിൻ്റെ ഉപ്പ് അടിയുന്നത് വരെ അത് ഇളക്കും. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലൂയിഡിനകത്ത് അതിന് ബ്രെയിൻ സൊല്യൂഷനിൽ ഉള്ളതുപോലെ തന്നെ അകത്ത് ആ ഫിഷിൻ്റെ ടിഷ്യൂസിലും എല്ലാം ഉപ്പായതിന് ശേഷം അത് ഇത്രയും ടൈമിൽ അത് അതിലിട്ട് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ ആവും. അത് ആ ഒരു ടൈമൊക്കെ ഉണ്ട്. അതാണ് വെറ്റ് സോൾട്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിക്സ്ഡ് സോൾട്ടിങ് എന്ന് പറയും. അതും ഇതുപോലെ തന്നെ സോൾട്ട് ഇട്ട് ഉണക്കിയതിന് ശേഷം അത് പിന്നെ ഉപ്പുവെള്ളത്തിലിടുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഫിഷിൻ്റെ ടിഷ്യൂസൊക്കെ ഫിഷിൻ്റെ സൈസിന് വരെ അത് നല്ല രീതിയിൽ ബാധിക്കും. അടുത്തത് പിക്യൂറിങ് എന്നൊരു മെത്തേഡാണ്. പിക്യൂറിങ് എന്ന് പറഞ്ഞാൽ അതിനെ ഉപ്പ് വെച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഫിഷസിനെ ട്രീറ്റ് ചെയ്തിട്ട് ആ ഫിഷിനെ കുഴിച്ചിടും. ഒരു 2-3 ദിവസത്തേക്ക് ആ ഫിഷിനെ കുഴിച്ചിടും. എന്നിട്ട് പിന്നെ ആ കുഴിച്ചിട്ടതിന് ശേഷം അത് എടുത്തു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് എടുത്ത് അതിനകത്ത് സോൾട്ട് റിമൂവ് ചെയ്തിട്ട് പിന്നെ അത് വിപണനത്തിനായിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു രീതിയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇറാഡിയേഷൻ ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് consists of exposing food to the direct action of electromagnetic rays to assure the innocuity of food and to prolong the shelf life. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പം ഫുഡിനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് വിധേയമാക്കുകയും അങ്ങനെ അതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് കൂടുകയും ചെയ്യുന്നുണ്ട്.
Irradiation of food can control insect infestation, reduce the number of pathogenic or spoilage microorganisms, and delay or eliminate natural biological processes such as ripening, germination, or sprouting of fresh food. കാരണം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പാത്തോജനിക് ആക്ടിവിറ്റി കുറയും ഫുഡിൻ്റെ. പിന്നെ മൈക്രോബ്സ്, ഈ ബാക്ടീരിയ ഒക്കെ സ്പോർ ഫോർമേഷനൊക്കെ നടത്തുന്ന ബാക്ടീരിയസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുഡിനകത്തൊക്കെ അത് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അത് റൈപ്പൻ ചെയ്യാനും ജെർമിനേഷൻ ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ അതില്ലാതാക്കും. ആൻഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇറേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ആർ റാഡോറൈസേഷൻ ഫോർ ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ, കാരണം അതിൻ്റെ ഒരു ടൈം കൂട്ടാൻ വേണ്ടിയാണ്, ഷെൽഫ് ലൈഫ് കൂട്ടാൻ. പിന്നെ റാഡിസിഡേഷൻ ഫോർ എലിമിനേഷൻ ഓഫ് ടാർഗറ്റ് പാത്തോജൻസ്, അതായത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള പാത്തോജൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് റാഡാപെർട്ടൈസേഷൻ, അത് സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് റാഡാപെർട്ടൈസേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്താണ് ഫിഷ് കാനിങ് എന്ന് പറയും. നമ്മൾ ക്യാൻഡ് ഫുഡ്, ക്യാൻഡ് ട്യൂണയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് heat treatment of fish in sealed containers made of tin plates, aluminum cans or glass until the product has been fully sterilized. ഇത് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ ഫിഷസിനെയൊക്കെ ക്യാൻ ചെയ്തെടുക്കുന്നത്. ആൻഡ് ദ ക്യാൻഡ് ഫുഡ് ഫിഷ് ഈസ് ഓൾസോ പ്രിവെൻറ്റഡ് ഫ്രം കണ്ടാമിനേഷൻസ് ബൈ പാത്തോജനിക് ഓർഗാനിസം ബൈ സ്റ്റോറിങ് ദം ഇൻ എ വെർച്വലി എയർ ടൈറ്റ് പാക്കേജ്. കാരണം എയറിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയൽ ആക്ഷൻസ് നടക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് ഈ കാനിങ് വഴി ചെയ്യുന്നത്. കാരണം അത് പല പ്രിസർവേഷൻസും കഴിഞ്ഞിട്ട് അത് എയർ ടൈറ്റായിട്ടാണ് ക്യാൻ ചെയ്യുന്നത്. അപ്പോഴും എയറിൻ്റെ പ്രസൻസ് ഇല്ലാതിരിക്കും തോറും ബാക്ടീരിയൽ ആക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു. ദ കാനിങ് പ്രോസസ് ഇൻവോൾവ് പ്രീ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിഷ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാൻ, ഫില്ലിംഗ് ആൻഡ് ക്ലോഷർ ഓഫ് ദ ക്യാൻ, ടെക്നിക്സ് ഓഫ് ഹീറ്റിംഗ് ദ ഫിൽഡ് ക്യാൻസ് ടു കിലോ മൈക്രോഓർഗാനിസം വിത്തൗട്ട് ഡാമേജ് ടു ഫിഷ്, ഫൈനലി കൂളിംഗ്, ക്ലീനിങ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇത്രയും പ്രോസസ്സുകളാണ് കാനിങ് എന്ന ഫിഷ് കാനിങ് പ്രോസസ്സിൽ വരുന്നത്. ഇത് മെത്തേഡ്സ് ഓഫ് കാനിങ് ആണ്. ഫസ്റ്റ് ഫില്ലിംഗ്, പിന്നെ എക്സോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ക്യാനിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന, മോയ്സ്ചർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസ്സിംഗ് ആണ്, ഫിഷ് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ മൈക്രോബിയൽ സ്പോയിലേജ്, അതിലെ മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് കുറയ്ക്കുന്നു. അതാണ് മൈക്രോബിയൽ സ്പോയിലേജ്. ഇതാണ് റെഫറൻസ്. ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത റെഫറൻസസ് ഒക്കെയാണ്. ഇപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ, ഡെയിലി ക്ലാസ്സസ് ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.